എനിക്ക് അക്കോമഡേഷന് വേണ്ടിയിട്ട് തരേണ്ട ആവശ്യമോ ഒന്നും എനിക്ക് വന്നില്ല. എനിക്ക് ഈ ചേട്ടൻ തന്നെ അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി തന്നു. ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു, എനിക്ക് അമ്മ മാതാവ് ഒരു സപ്പോർട്ടിന് ആരും ഇല്ല എന്നോർത്തപ്പോൾ എനിക്ക് കൊണ്ട് തന്നതാണ് ഈ ചേട്ടനെ. ഇപ്പം ഞാൻ അടുത്ത തിങ്കളാഴ്ച ഞാൻ പോവുകയാണ്. അപ്പം ഇത്രയും വരെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്ത ആ ചേട്ടനാണ്, അത് അമ്മ മാതാവ് കൊണ്ട് തന്നതാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. തിരുക്കുമാരനും അമ്മ മാതാവിനും ആദ്യം തന്നെ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻമരിയ. ഞാൻ വരുന്നത് വയലായിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 21, 2023 എൻ്റെ പപ്പായായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തിരുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടിയതാണ്. ഞാൻ MBA വിദ്യാർത്ഥിനിയായിരുന്നു. എൻ്റെ സെക്കൻഡ് ഇയർ ആയപ്പം ഞങ്ങളുടെ കോളേജിൽ ഒരുപാട് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാത്തിനും അപ്ലൈ ചെയ്യുമായിരുന്നു, പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ ഡിസംബർ 6, 2022 പപ്പ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്ന എൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു. അപ്പം ഞങ്ങളൊരു സമയമിട്ട് പ്രാർത്ഥിച്ച എന്താണെന്ന് വെച്ചെന്നാൽ 3 മാസത്തിനുള്ളിൽ ഉടമ്പടി ഒരു ഘട്ടം കഴിയുന്നതിനുള്ളിൽ ജോലി കിട്ടണം എന്നായിരുന്നു വെച്ചിരുന്നത്. അപ്പം അങ്ങനെ 3 മാസം ആവാറായി. മാർച്ച് 6 എനിക്ക് വേറൊരു കമ്പനിയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് വൈഫൈയുടെ ഒക്കെ കുഴപ്പമുള്ളത് കൊണ്ട് ഞാൻ അന്ന് വീട്ടിലായിരുന്നു നിന്നിരുന്നത്. അത് ഞാൻ വേറൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വേറെ കോളേജിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തിരുന്ന ഒരു ബാങ്കിൻ്റെതിന് ഇൻ്റർവ്യൂവിനുള്ള സമയം വന്നിട്ടുണ്ട്, അരമണിക്കൂറിനുള്ളിൽ റെഡി ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചു. എൻ്റെ കയ്യിൽ കാശുരൂപം പിടിച്ചാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പം 3 റൗണ്ടായിരുന്നു അന്നുണ്ടായിരുന്നത്. 3 റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് അറിയുമെന്നും പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ച് കോളേജിൽ ചെന്നു. കോളേജിൽ ചെന്ന് കഴിഞ്ഞ് മാർച്ച് 8 എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ജോലി കിട്ടി. അപ്പം ഇതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഞാൻ ഹോസ്റ്റലിലായിരുന്നെങ്കിൽ എനിക്ക് നെറ്റ് ഒന്നും കിട്ടത്തില്ലായിരുന്നു. എനിക്ക് ഇതിന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ തന്നെ വൈഫൈ കണക്ഷന് ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ മാതാവ് എനിക്കൊരു അവസരം ഒരുക്കി തന്നതാണ്. ഞങ്ങളുടെ കോളേജിൽ വെച്ച് ബെസ്റ്റ് കമ്പനിയിൽ ബെസ്റ്റ് ബാങ്കിൽ തന്നെയാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടിയത്. അങ്ങനെ ഓഫർ ലെറ്റർ വരാൻ വേണ്ടിയിട്ട് ഒരു താമസം ഉണ്ടായി. അപ്പം ഞങ്ങളുടെ MBA തീരുന്ന ടൈമായപ്പോൾ ഞങ്ങൾക്ക് വൈവയുണ്ട്. അപ്പം വൈവയുടെ സമയത്ത് ഞാൻ കോളേജിൽ ചെന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരി പറഞ്ഞു അവൾ അയർലൻഡിന് പോകാനുള്ള പ്രിപ്പറേഷനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പം അവളിങ്ങനെ അയർലൻഡിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പം പപ്പ എന്നോട് പറഞ്ഞു നീ പ്രൊസീജിയേഴ്സൊക്കെ എങ്ങനെയാണെന്നുള്ളത് ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു റിലേറ്റീവ്സോ ആരെങ്കിലും സപ്പോർട്ടിനില്ലാണ്ട് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല, ആരെങ്കിലും ഒരാൾ അവിടെ നമുക്ക് സപ്പോർട്ടിന് കാണണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്കിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലല്ലോ, സോ നമുക്കിതിവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്കൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്, എല്ലാവരും പുറത്ത് പോകുന്നുണ്ട്, അപ്പോൾ എനിക്കൊന്ന് പോകണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഗ്യാപ്പ് വന്നപ്പോൾ ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. അപ്പം സാധനങ്ങൾ എടുക്കുന്ന കടയിൽ എപ്പോഴും പപ്പായാണ് മേടിക്കാൻ പോകുന്നത്. പപ്പ മേടിക്കാൻ ചെന്നപ്പം എന്ന് നിൽക്കുന്ന ആളല്ല നിന്നതന്ന്, അന്ന് വേറൊരാളാണ് നിന്നേ. അപ്പോൾ ആ പുള്ളി പറഞ്ഞു ഞാൻ ആ കടയുടെ ഉടമസ്ഥനാണ്, എനിക്കൊരു കൊച്ചുണ്ടായി, അപ്പോൾ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന പുള്ളി അയർലൻഡിലാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പപ്പായോട് ചോദിച്ചു മോൾ എന്ത് ചെയ്യുക എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു MBA കഴിഞ്ഞിട്ട് നിൽക്കുക, അവളിങ്ങനെ പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളത് വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എപ്പോഴത്തേനും പറഞ്ഞു ഒരു പണി ചെയ്യുക, ഞാൻ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ച് അയർലൻഡിന് പോവും, അപ്പം എൻ്റെ നമ്പർ തരാം, 2 ദിവസം കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിയെ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേനും പുള്ളി പോയ ഏജൻസിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പുള്ളി പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ ആ ഏജൻസിയെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അഡ്മിഷൻ കിട്ടണമെങ്കിൽ IELTS അല്ലെങ്കിൽ ഡുവലിംഗോ കോഴ്സ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ IELTSന് പോയില്ല, ഡുവലിംഗോ കോഴ്സ് ചെയ്യാമല്ലോ എന്നോർത്തു. ഞാൻ ഒരു ക്ലാസ്സിനോ ഒരു ട്രെയിനിങ്ങിനോ ഒന്നും ഞാൻ പോയിട്ടില്ല. എനിക്ക് വേണ്ട മാർക്കെന്ന് പറഞ്ഞാൽ 105 മാർക്കായിരുന്നു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു എനിക്ക് 105 മാർക്ക് തന്നെ മതി, എനിക്ക് ആ മാർക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ ഉടമ്പടി തൈലം ഞാൻ വെച്ച് കുരിശ് വരച്ചു, ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ച് ഞാൻ അറ്റൻഡ് ചെയ്തേ. അപ്പം 2 ദിവസം കൊണ്ട് നമുക്ക് ഡുവലിംഗോയുടെ റിസൾട്ട് അറിയാം. അപ്പോൾ റിസൾട്ട് വന്നപ്പം 105 മാർക്ക് വേണ്ടിടത്ത് 115 മാർക്ക് തന്ന എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു.
ഓഗസ്റ്റ് 21, 2023 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഈ ചേട്ടനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടോ ഒന്നുമില്ല. പപ്പായാണെങ്കിൽ തന്നെ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ. അപ്പം എന്ത് ഹെൽപ്പ് വേണേലും ഈ പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഉടനെ തന്നെ നമുക്ക് മറുപടി തരും, എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്തു. VFSC പോണേ അന്ന് ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഈ പാസ്പോർട്ട് എംബസി പോകുമ്പോൾ മാതാവും കൂടെ ചെന്ന് എനിക്ക് വിസ അടിച്ച് തരണേ. ഞാൻ ഒരിക്കലും അങ്ങനെ സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ല ഇങ്ങനെ പുറത്തോട്ട് പോകുന്ന ഒരു കാര്യം. കിട്ടിയ ജോലിക്ക് പോകാമല്ലോ എന്നോർത്തായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആ ജോലിയുടെ ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഉള്ളിൽ ആരോ പറയുന്നുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യണ്ട, നമുക്ക് ഇതിൻ്റെ പുറകെ പോവാമെന്ന്. അപ്പം ഞാൻ വീട്ടിലൊക്കെ ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മാതാവ് തന്നതായിരിക്കും ഇത്, നമുക്ക് ആ ഓഫർ ലെറ്ററിൻ്റെ പുറകെ പോകണ്ട, നമുക്ക് ഇതിൻ്റെ പുറകെ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ വിസയ്ക്ക് ഞാൻ ചെന്നു. പാസ്പോർട്ടിൽ തൈലം പൂശി കാശ് രൂപ എൻ്റെ ബാഗിലിട്ടിരുന്നു. ഡോക്യുമെൻസിലെല്ലാം ഞാൻ ഡോക്യുമെൻറ്റ്സ് വെച്ചിരുന്ന ഫയലിൽ ഞാൻ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ചു. ഫയലിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പിട്ടു. എന്നിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യുന്ന സമയത്തും ഞാനിങ്ങനെ വിശ്വാസപ്രമാണം ചൊല്ലിയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി എടുക്കുന്ന 3 മാസം ആവുന്നത് നവംബർ 21-നാണ്. അപ്പോൾ എനിക്ക് നവംബർ 21-നുള്ളിൽ എനിക്ക് എൻ്റെ വിസ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്കായിരുന്നു അപ്ലൈ ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ് അക്കൗണ്ടിങ് ആയിരുന്നു. അതിന് തന്നെ എനിക്ക് മാതാവ് അഡ്മിഷൻ മേടിച്ച് തന്നു. അപ്പം നവംബർ ഇങ്ങനെ ഒരു ഗ്യാപ്പുണ്ട്, 1 മാസത്തോളം ഗ്യാപ്പ് നമുക്കുണ്ട്. അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മേ നമുക്ക് കിട്ടുമോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കുറേ പേരുടെ വിസ ഡിസിഷനൊക്കെ വരുമ്പോൾ കുറേ സ്റ്റുഡൻറ്റിൻ്റെ റിജക്ഷൻ ഉണ്ട്, ചെറിയ ഡോക്യുമെൻറ്റിന് പോലും റിജക്ഷൻ വരുന്നതെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പം അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, മാതാവ് നമ്മുടെ കൂടെയുണ്ട്, ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ നവംബർ 17 എന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചു, പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ പാസ്പോർട്ടിൽ എനിക്ക് വിസ അടിച്ച് കിട്ടിയിട്ടുണ്ട്. നവംബർ 21 ഞാൻ ഡേറ്റ് വെച്ചിരുന്നത്. നവംബർ 17 തന്നെ എൻ്റെ മാതാവ് എനിക്ക് പാസ്പോർട്ടിനകത്ത് വിസ അടിച്ച് തന്നു. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, പുറത്ത് പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം അക്കോമഡേഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പുറത്ത്. എനിക്ക് അക്കോമഡേഷന് വേണ്ടിയിട്ട് തരേണ്ട ആവശ്യമോ ഒന്നും എനിക്ക് വന്നില്ല. എനിക്ക് ഈ ചേട്ടൻ തന്നെ അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി തന്നു. ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു, എനിക്ക് അമ്മ മാതാവ് ഒരു സപ്പോർട്ടിന് ആരും ഇല്ല എന്നോർത്തപ്പോൾ എനിക്ക് കൊണ്ടു തന്നതാണ് ഈ ചേട്ടനെ. ഇപ്പം ഞാൻ അടുത്ത തിങ്കളാഴ്ച ഞാൻ പോവുകയാണ്. അപ്പം ഇത്രയും വരെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്ത ചേട്ടനാണ്, അത് അമ്മ മാതാവ് കൊണ്ടു തന്നതാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപാണെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകാനൊക്കെ നല്ല മടി. എല്ലാ ദിവസവും ഞായറാഴ്ച പോയി അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ദിവസവും മുടക്കാതെ തന്നെ പള്ളിയിൽ പോകാൻ തുടങ്ങി, ബൈബിൾ അരമണിക്കൂർ വായിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കുടുംബ പ്രാർത്ഥനയുടെ കൂടെ അല്ലാണ്ട് തന്നെ ഞാൻ കൊന്ത ചെല്ലാൻ തുടങ്ങി. ഞാൻ കുടുംബ പ്രാർത്ഥന കൊന്ത ചൊല്ലി അതങ്ങനെ കഴിഞ്ഞു എന്ന് ആലോചിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ എല്ലാ ദിവസവും ഡെയിലി കിടക്കുന്നതിന് മുൻപ് കൊന്ത ചൊല്ലി, കൃപാസന പ്രസാദപരമാതാവേ അങ്ങേ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെ മാറ്റണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും കിടക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളിലാണെങ്കിൽ വൃദ്ധസദനം സന്ദർശിച്ച് അവരെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റി. പിന്നീട് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാൻ പറ്റി. പിന്നെ വഴിയിലിരിക്കുന്നവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു, അങ്ങനെ സഹായിച്ചു. എന്നെ ഇവിടെ വന്നതിൽ പിന്നെ ഉടമ്പടി എടുത്തതിൽ പിന്നെ എന്നെ കൃപാസന മാതാവ് എന്നെ ആത്മീയമായിട്ട് വളരാനും എന്നെ ഒരുപാട് സഹായിച്ചു. എന്നെ സ്വപ്നം കാണാത്തൊരു ലോകത്ത് എൻ്റെ അമ്മ മാതാവ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. പിന്നെ പത്രം കൊടുക്കുന്നതാണെങ്കിലും ഞാൻ ഹോസ്റ്റലിലായിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം വിതരണം ചെയ്തു. എനിക്ക് ജോലി കിട്ടിയ കാര്യവും എല്ലാം പറഞ്ഞ് അവരെ വിശ്വാസത്തിൽ ആഴ്ത്താൻ എന്നെക്കൊണ്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ എൻ്റെ അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു.